ഒരു സ്റ്റാഫിനെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ സ്റ്റാഫിനെ മുഴുവനായിട്ടും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിലൂടെ ഒന്നും സാധ്യമല്ല. ഒരു പരിധി വരെ മാത്രമേ അയാളെ നമുക്ക് അയാളുടെ എത്ര വലിയ ക്വാളിഫിക്കേഷനോ എത്ര വലിയ പ്രവൃത്തി പരിചയമോ ഒക്കെ നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറം നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ആ ആറ്റിറ്റ്യൂഡ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അവരുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ, ടീമുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഒക്കെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ 3 months പ്രൊഫഷൻ പീരീഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്റ്റാഫിൻ്റെ ആറ്റിറ്റ്യൂഡും അവൻ്റെ ലോയൽറ്റിയും ആ സ്റ്റാഫിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് ആ 3 months പീരീഡ്. അപ്പോൾ അതിനുശേഷം മാത്രമേ, അതാണ് എല്ലാ കോൺട്രാക്റ്റുകളും അതേപോലെ തന്നെ ഒരു വലിയ വലിയ സ്ഥാപനങ്ങൾ എല്ലായിടത്തും ആ 3 മാസത്തെ പ്രൊഫഷൻ പീരീഡ് വെക്കുന്നത്. അത് മനസ്സിലാക്കിയതിന് ശേഷമേ അത് മുന്നോട്ടുള്ള യാത്രയിൽ ആ സ്റ്റാഫിനെ കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നു. പലപ്പോഴും പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നു. പ്രത്യേകിച്ച് ബിസിനസ് ഓണേഴ്സ് നമ്മുടെ സ്റ്റാഫിനെ, പ്രത്യേകിച്ച് നമ്മൾ 3 ലീഡേഴ്സിനെ എടുക്കുമ്പോഴൊക്കെ ആ ഒരു 3 months പ്രൊഫഷൻ പീരീഡിൻ്റെ കൃത്യത, വ്യക്തതയും മനസ്സിലാക്കി മാത്രമേ മുന്നോട്ടുള്ള ആ സ്റ്റാഫിൻ്റെ യാത്ര സ്ഥിരീകരിക്കാവൂ, മുന്നോട്ട് കൊണ്ടുപോകാവൂ. താങ്ക് യു വെരി മച്ച്.